ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 11ാമത്തെ പാഠത്തിൻ്റെ പേരാണ് എണ്ണി എണ്ണി കളത്തിലാക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. ഉത്സവച്ചന്ത. താന്നിക്കര നാട്ടിൽ ഉത്സവമാണ്. അവിടുത്തെ ഉത്സവച്ചന്ത ഒന്ന് കാണേണ്ടതു തന്നെ. ചന്തയിലെ കടയിൽ പാവകൾ വച്ചിരിക്കുന്നത് നോക്കൂ. അപ്പോൾ താന്നിക്കര നാട്ടിലെ ഉത്സവത്തിന് ഉത്സവച്ചന്തയിൽ വച്ചിരിക്കുന്ന പാവകളാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് പാവകളുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എണ്ണി നോക്കിയാലോ. കുരങ്ങൻ എത്രയാണുള്ളത്? 7 എണ്ണം. അതുപോലെ തന്നെ കരടി 8 എണ്ണം. പിന്നെ മുയൽ 5 എണ്ണം. പിന്നെ തന്നിരിക്കുന്നത് പൂച്ചയാണ് 6 എണ്ണം. പിന്നെ കോഴി 2 എണ്ണം. അപ്പോൾ നമ്മൾ ഈ എണ്ണിയത് ഈ കോളത്തിൽ എഴുതണം. ഏതു പാവയാണ് ഏറ്റവും കൂടുതലുള്ളത്? കരടി 8 എണ്ണമാണ് ഉള്ളത് അല്ലേ. ഏറ്റവും കുറവ് ഏതു പാവയാണ്? കോഴി 2 എണ്ണം. പക്ഷിപ്പാവകൾ. പക്ഷിപ്പാവകളുടെ ചിത്രം നോക്കൂ. ഓരോന്നും എത്ര എണ്ണമുണ്ട്? പട്ടികയിൽ എഴുതൂ. അപ്പോൾ പക്ഷികളുടെ പാവകളുമുണ്ട്, ഓരോന്നും എണ്ണി എഴുതണം. നമുക്ക് എണ്ണി നോക്കാം. തത്തപ്പാവ 6 എണ്ണമാണ് ഉള്ളത്, കണ്ടില്ലേ. അതുപോലെ തന്നെ താറാവ് 2 എണ്ണം. പിന്നെ കോഴി 1 എണ്ണമേ ഉള്ളൂ. അടുത്തത് മൂങ്ങ 3 എണ്ണമുണ്ട്. പിന്നെ പരുന്ത് 8 എണ്ണവുമാണ് ഉള്ളത്. ഇനി നമുക്ക് ആ പട്ടിക പൂരിപ്പിക്കാം. ചോദ്യം ഉള്ളത്, ഏത് പാവയാണ് ഏറ്റവും കൂടുതലുള്ളത്? പരുന്താണ് 8 എണ്ണം അല്ലേ. മൂങ്ങപ്പാവകളേക്കാൾ എത്ര കൂടുതലാണ് തത്തപ്പാവകൾ? തത്തപ്പാവകൾ 6 എണ്ണം, മൂങ്ങപ്പാവകൾ 3 എണ്ണം. അപ്പോൾ 6 കുറയ്ക്കണം 3. ഉത്തരം 3 പാവകളാണ് കൂടുതൽ. കോഴിപ്പാവയാണോ താറാവ് പാവയാണോ കൂടുതൽ? താറാവ് പാവ 2 എണ്ണം, കോഴിപ്പാവ 1 എണ്ണം. അപ്പോൾ 2 കുറയ്ക്കണം 1, 1. ഇനി ഒരു ചോദ്യം നിങ്ങൾ എഴുതൂ. ചങ്ങാതിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. ഏതാണ് കൂടുതൽ? മൂങ്ങകളാണോ അതോ താറാവുകളാണോ? എത്ര കൂടുതൽ? മൂങ്ങകളാണ് കൂടുതൽ. എത്രയാണ് മൂങ്ങ? 3 എണ്ണം. താറാവ് 2 എണ്ണം. അപ്പോൾ കൂടുതലുള്ളത് 1 മൂങ്ങ. തത്തയാണോ കോഴിയാണോ കൂടുതൽ? എത്ര കൂടുതൽ? തത്തയാണ് അല്ലേ. തത്ത 6 എണ്ണം ഉണ്ട്, കോഴി 1 എണ്ണം. 6 കുറയ്ക്കണം 1, 5 എണ്ണം കൂടുതലുണ്ട്. പാവകളുടെ വില. പാവകളുടെ വില നോക്കൂ. കരടി 125, മുയൽ 89, കുരങ്ങൻ 99, താറാവ് 69, പൂച്ച 79, കോഴി 89. ഒരേ വിലയുള്ള പാവകൾ ഏതൊക്കെയാണ്? വില എത്ര? മുയലും കോഴിയും 89 രൂപയാണ് വില. മുയലിന് 89, കോഴിക്ക് 89. അടുത്ത ചോദ്യം, താറാവിൻ്റെയും പൂച്ചയുടെയും വില തമ്മിലുള്ള വ്യത്യാസം 20 രൂപയാണെന്ന് പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? അല്ല, അത് തെറ്റാണ്. കാരണം എന്താണ്? പൂച്ചയുടെ വില 79 രൂപ, താറാവിൻ്റെ വില 69 രൂപ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 രൂപയാണ്. അതുകൊണ്ട് വിലയുടെ വ്യത്യാസം 10 രൂപ മാത്രമാണ്, 20 രൂപയല്ല. 10 രൂപ വില വ്യത്യാസമുള്ള 2 പാവകളുടെ പേരും വിലയും എഴുതൂ. കുരങ്ങിൻ്റെ വില 99ഉം കോഴിയുടെ വില 89ഉമാണ്. അവ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അതുപോലെ തന്നെ കുരങ്ങിൻ്റെ വില 99, മുയലിൻ്റെ വില 89. അവ തമ്മിലുള്ള വ്യത്യാസവും 10 ആണ്. പൂച്ചയുടെ വില 79, താറാവിൻ്റെ വില 69. അവ തമ്മിലുള്ള വ്യത്യാസവും 10 രൂപയാണ്. അടുത്ത ചോദ്യം, 90 രൂപയിൽ താഴെ വിലയുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ്? മുയൽ 89, കോഴി 89, പൂച്ച 79, താറാവ് 69. 100 രൂപയുമായി വന്ന ഒരു കുട്ടിക്ക് വാങ്ങാൻ പറ്റാത്ത പാവ ഏതാണ്? എന്തുകൊണ്ട്? അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ 100 രൂപയുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് വാങ്ങാൻ പറ്റാത്ത പാവ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാ പാവയുടെയും വില നോക്കൂ. കരടിയുടെ വില 125 രൂപയാണ്. അത് 100 രൂപയേക്കാൾ കൂടുതലാണ്. ബാക്കിയുള്ള പാവയെല്ലാം 100 രൂപയേക്കാൾ കുറവാണ്. അപ്പോൾ ആ കുട്ടിക്ക് വാങ്ങാൻ കഴിയാത്ത കളിപ്പാട്ടം കരടിയാണ്. കാരണം എന്താണ്? ആ കുട്ടിയുടെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ, കരടിക്ക് 125 രൂപയാണ്. പട്ടിക നോക്കൂ. 100 രൂപയുമായി വരുന്ന ഒരാൾക്ക് പാവ വാങ്ങുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും? പട്ടികയിൽ എഴുതൂ. അപ്പോൾ ഒരാൾ 100 രൂപയായിട്ട് വന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഓരോ പാവയും വാങ്ങിയാൽ അയാൾക്ക് ബാക്കി എത്ര കിട്ടും എന്ന് നോക്കാം.
മുയലിന് 89 രൂപയാണ്, ബാക്കി കിട്ടുന്നത് 11 രൂപ. എങ്ങനെയാണ്? 100 കുറയ്ക്കണം 89. ഉത്തരം വരുന്നത് 11. ഇനി ബാക്കിയുള്ളത് നോക്കാം. അടുത്തത് കുരങ്ങ് 99 രൂപയാണ് അല്ലേ? അപ്പോൾ 100 കുറയ്ക്കണം 99, 1 രൂപ ബാക്കി കിട്ടും. അടുത്തത് താറാവാണ്. താറാവിന് 69 രൂപയാണ്. അപ്പോൾ 100-ൽ നിന്നും 69 കുറച്ചാൽ 31 രൂപയാണ് അയാൾക്ക് ബാക്കി കിട്ടുന്നത്. ഇനി അടുത്തത് പൂച്ചയാണ്. 79 രൂപ, 100 കുറയ്ക്കണം 79, 21 രൂപ അയാൾക്ക് ബാക്കിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പൂരിപ്പിച്ച് ചേർക്കേണ്ടത്. ഒരു കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ നാളെ ഉത്സവത്തിന് പോയാൽ ഏത് കളിപ്പാട്ടം വാങ്ങണം? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രം വരയ്ക്കണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കളിപ്പാട്ടം പമ്പരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരയ്ക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് പാറുവിന് കൂട്ടുകാർ വരച്ചു കൊടുത്ത കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ എന്നാണ്. താഴെ തന്നിരിക്കുന്നത് കണ്ടില്ലേ? ഒരുപാട് ചിത്രങ്ങളുണ്ട് അല്ലേ? അതിൽ ഡോറയുണ്ട്, കരടി, ആന, JCB, കാറ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എണ്ണി നോക്കാം. കണ്ടില്ലേ? ഡോറ എത്രയാണുള്ളത്? 7 എണ്ണമാണ് ഡോറയുള്ളത്. അടുത്തത് കരടി 4 എണ്ണം, പിന്നെ ആന അതുപോലെ തന്നെ 4 എണ്ണമാണ് ഉള്ളത്. പിന്നെ JCB 5 എണ്ണം. കണ്ടില്ലേ? ഇനി സ്പൈഡർമാൻ ആകെ 1 ഉള്ളൂ. പിന്നെ തന്നിരിക്കുന്നത് കാറാണ്, അത് 6 എണ്ണം ഉണ്ട്. കൂടാതെ 3 മോട്ടോർ ബൈക്കും ഉണ്ട്. കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടം ഏതാണ്? ആ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഡോറയുടെ ചിത്രമാണ് അല്ലേ? അപ്പോൾ ഡോറയെയാണ് കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്നത്. ഇനി കാർ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 6 പേരാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോ ഇനം കളിപ്പാട്ടത്തിൻ്റെയും എണ്ണം പട്ടികയിൽ എഴുതണം. കണ്ടില്ലേ? JCB 5, മോട്ടോർ ബൈക്ക് 3, സ്പൈഡർമാൻ 1, കരടി 4, ഡോറ 7, ആന 4, കാറ് 6. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ് ഒരേ നമ്പറിൽ തന്നിരിക്കുന്നത്? കരടിയും ആനയുമാണ്, 4 എണ്ണം അല്ലേ? ഒരാൾ മാത്രം ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടം ഏതാണ്? സ്പൈഡർമാൻ ആണ്, ഒരെണ്ണമേ ഉള്ളൂ അല്ലേ? ഇനി തന്നിരിക്കുന്നത് പലതരം പൂക്കളാണ്. ഇതും നമ്മൾ എണ്ണി നോക്കി എഴുതണം. കണ്ടില്ലേ? ഈ ചിത്രമുള്ളത് 10 എണ്ണമാണ്. പിന്നെ ഈ തന്നിരിക്കുന്നത് 4 എണ്ണമാണ് ഉള്ളത്. ഈ പൂവോ? ഇത് 4 എണ്ണം. കണ്ടില്ലേ? ഇനി അടുത്തത് 7 എണ്ണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് 5 പൂകളാണ്. പിന്നെ ഇത് 2 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഓരോ പൂവിൻ്റെയും ചിത്രത്തിന് നേരെ അതിൻ്റെ എണ്ണം എഴുതണം. ആദ്യത്തേത് 10 എണ്ണം, രണ്ടാമത്തേത് 4 എണ്ണം, മൂന്നാമത്തേതും 4 എണ്ണം, നാലാമത്തേത് 7 എണ്ണം, അഞ്ചാമത്തേത് 5 എണ്ണം, ആറാമത്തേത് 2 എണ്ണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്